ഷർട്ട് മറിച്ചിട്ടാ അത്തിമോനെ നോക്കട്ടെ ബാക്കിക്ക് ഇരിഞ്ഞാ ഹലോ. അപ്പം നമ്മൾ ആത്തിമോനും അമിതൂട്ടനും സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ വന്ന പഠനം ഞാൻ എന്തെങ്കിലും ചോറോ കഞ്ഞി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കൂട്ടാ. രണ്ടുപേരുടെ വയറൊന്ന് ഫുള്ളാക്കി കൊടുക്കും. കാരണം പിന്നെ വാശിയാണ്. ചായ അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ചായ കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കഞ്ഞി ചോറ് എന്തെങ്കിലും കൊടുക്കും. പിന്നെ ഭയങ്കര വാശി പിടിക്കും രണ്ടുപേരാണെങ്കിലും വിശന്നിട്ട്. ആത്തിമോനിക്ക് എപ്പോഴും ചായ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും സംശയമാണ് ആർക്കാണ് കൂടുതൽ എന്നുള്ളത്. ഞാൻ ആത്തിമിനെ കേട്ടോ കുറച്ച് കൂടുതൽ കൊടുക്കുക. കാരണം ആൾക്ക് ഇഷ്ടമാണ്. അമിത് ചായ ചോദിക്കുകയുള്ളൂ, കുടിക്കൂല. അപ്പോൾ ആത്തിമിനാണ് ചായ നിർബന്ധം. പിന്നെ ഞാൻ ആമിദിന് എപ്പോഴും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വടി കൈ പിടിക്കൂട്ടോ. വടിയോ ചട്ടൊക്കെ എന്തെങ്കിലും ഒന്ന് പേടിപ്പിക്കാനായിട്ട് അടിക്കൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മക്കളും കൂടെ ഒന്ന് നനക്കാൻ ഇറങ്ങിട്ടോ. ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ്. ഇത്തത്തെ ഡെലിവറൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന കാരണം. അപ്പം ഞാൻ നനക്കാൻ ഇറങ്ങിയതൊക്കെ ഉണങ്ങിപ്പോയി. ഇക്ക വെച്ചിട്ടുള്ള തെയ്യായിരുന്നു. ഇതില്ലേ ഈ മരം? ഇതെന്ത് മരാ? എന്ത് മുളക് തൈ മരാ? ഇതില്ലേ ഇതല്ലേ മുളക് തൈ? ഇവിടെ വാങ്ങ. അപ്പൊ ഇതെന്ത് മരാ? ഇതെന്ത് മരാ? ഇത് എന്താ അമിതോ? അപ്പൊ അമിതിന്റെ ആത്തിമിന്റെ വിചാരം അത് മുളക് തൈയാണ്. അതെന്തോ ചെടിയാണ്. ഇക്കക്ക് കണ്ടിഷ്ടമായപ്പോ ഇക്ക എവിടുന്നോ കൊടുന്ന് വെപ്പിച്ചതാണ് അത് കേട്ടോ. എവിടെ എവിടെടാ? അവിടെ ഉണ്ടല്ലേ. അത് കിട്ടൂല, അത് എടുക്കണ്ട. നായായിട്ട് കടിച്ചോണ്ടിട്ടതോ. ഏതും ആക്കിട്ടില്ലല്ലോ. ഞാനങ്ങനെ നനക്കാറ് ഇറങ്ങാറില്ല കേട്ടോ. അമ്മയാണ് സ്ഥിരം നനയ്ക്കണ ആൾ. ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാ. രണ്ടുപേരും മത്സരിച്ച് നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവരിതാ മാങ്ങ പെറുക്കി കവറിലൊക്കെ ആക്കിയതാണ് ആത്തിമിന്റെ കയ്യിൽ ഫുള്ളായിന്ന് കണ്ടപ്പോൾ വേഗം അത് ആമിതൂട്ടം വാങ്ങിച്ചു കിട്ടാ. പൊട്ടിക്കാൻ നോക്കുമ്പോ ഉണ്ടില്ലേ, ഞാനില്ലേ ഒരു മാങ്ങ മണ്ട് തൊട്ടപ്പില്ലേ 3 മാങ്ങാണ്ട് പൊട്ടി. ആമിതൂട്ടൻ ആദ്യം പെറുക്കാൻ മടിയായിട്ടുള്ള കാരണം കവർ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആത്തിമോന്റെ കയ്യിൽ മാങ്ങ കിട്ടിയെന്ന് കണ്ടപ്പോൾ വേഗം കവർ പിടിച്ച് വാങ്ങിച്ചെന്നിട്ട് ഇപ്പോൾ തിരിച്ചു കൊടുക്കണ തന്നെ ഇല്ല. ആദ്യമോനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചമാങ്ങ ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിക്കണത്. അവനാണ് ഇതിപ്പോൾ പെറുക്കി ഉണ്ടാക്കണതും മുറിക്കണതും ഒക്കെ ആണ് കേട്ടോ. അങ്ങനെ രണ്ടാളതാ ആമിത് പറയണത് ടോയി ആണ്. ഈ കട്ട ഇളകിയത് കണ്ടപ്പോൾ രണ്ടാളും നല്ല കളിയുമില്ല. അപ്പോൾ ടോയി എന്നും പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമിന് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അച്ചാറിടുക ഉപ്പിലിടുകയൊക്കെ ചെയ്യണം കേട്ടോ. ഞാനാണെങ്കിൽ കഷ്ടകാലത്തിനൊന്ന് പറഞ്ഞും പോയി നമുക്കിത് ഇട്ട് വെക്കാം, കിട്ടുന്നത് ഉപ്പിലിട്ട് വെക്കാം, ഉപ്പിലിട്ട് വെക്കാന്ന്. പിന്നെ കുറച്ചൊരു ചെറിയ കണ്ണിമാങ്ങേണ്ടതിനേക്കാളും കുറച്ചൊരു വലിയൊരു മാങ്ങ ഉണ്ടായപ്പോൾ അത് ആൾക്ക് ഉപ്പ് മുളകിട്ട് തിന്നേ പറ്റുള്ളൂ. ഒറ്റക്ക് തന്നെ ചെയ്യും കേട്ടോ. ആത്തിമോൻ തന്നെ എല്ലാതും ചെയ്യൂട്ടോ. കട്ട് ചെയ്യുന്നതും ഉപ്പുമുളക് ഇടുന്നതായാലും എല്ലാതും ആൾ തന്നെ മിക്സാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും. എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാലും കേൾക്കൂല കേട്ടോ. അവൻ്റെ ഒരു ഇഷ്ടത്തിന് അവൻ ചെയ്യും. എക്സ്ട്രാ സ്പൈസി ആക്കണം. നോ, ഐ വാണ്ട് ടു. മിജിക്ക് വേണം, മിജിക്ക് വേണം. ഇത്രക്കാണെങ്കിൽ ഞാൻ എക്സ്ട്രാ സ്പൈസി ആക്കാം. ആര് പറഞ്ഞു? പറഞ്ഞു ഇതും വരും, വയറിളക്കം പിടിക്കും ഒക്കെ. ആ സാധനങ്ങൾ ഓരോന്ന് തിരിച്ചു കൊണ്ട വെക്കണം കേട്ടാ. പറഞ്ഞു എരിവാണ്. ഇനി മൂടിയിട്ട് ഒക്കെ തിരിച്ച് എടുത്ത് വെക്കട്ടാ. അത് പിന്നെ എടുക്കാനുള്ളതല്ലേ, കേട് വരും. ഇവിടുന്നാണ്ട് വെച്ചാ പോരെ, നീ കേറണ. ആ മുളക് പൊടി മതി. 3 പൊടി കണ്ടെടുത്ത് 3 ഇത് ഇട്ട് ഒരുപാട്. അങ്ങനെ സാധനമൊക്കെ റെഡിയാക്കി ആളെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. എൻ്റെ ആമിതൂട്ടൻ ഇനിയും സ്പൈസി ആവണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളെ എത്രയായിട്ടും സമ്മതിക്കണില്ല.
എന്റെ കയ്യിൽ പിടിക്കട്ടെ രണ്ടാൾ രണ്ട് പാത്രത്തിൽ ആക്കി കഴിച്ചോളൂ. അങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിച്ച് ആത്തിമോൻ അടുത്തത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കേട്ടാ അതിന്റെ ഞെട്ടിയൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കണേ. ആമിദൂട്ടനക്ക് നാരങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നാരങ്ങ പൊളിക്കട്ടെ. അപ്പൊ ആൾക്ക് തന്നെ പൊളിക്കണം. ആത്തിമോൻ കാണിക്കണ കണ്ടിട്ടാണ്. പക്ഷെ അവന്റെ അടുത്ത് കത്തി കൊടുക്കാൻ പറ്റില്ല കേട്ടോ, ആത്തിമിന്റെ പോലെ. അങ്ങനെ ആള് ഇതാ വാശി പിടിക്കണ കത്തിക്ക് വേണ്ടിയിട്ട്. എന്തിന് കത്തി? എന്ത് ലൗണ്ട്? ആത്തിമോൻ അപ്പുറത്ത് ഇരുന്നിട്ട് ഉപ്പിലിടാനുള്ള റെഡിയാക്കി കൊണ്ടിരിക്കണുണ്ട് കേട്ടാ. ഇതെന്തിനാണിത്? ഇതിന്റെ തോലാണോ? ഇതിന്റെ തോലാണോ അതായിട്ട് ഫീൽ ചെയ്യണത്? അമിതോ അമിതൂട്ടനക്ക് അങ്ങനെ നാരങ്ങ കൊടുത്ത് ആത്തിമോൻ ഇതിട്ടാ ഉപ്പിലിടാനുള്ളതൊക്കെ ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. മാങ്ങയും ഉപ്പൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഉപ്പ് കണ്ടപ്പല്ലേ ഓർമ്മ വന്നു. എന്താന്നറിയോ ഐശ്വര്യ ഇപ്പണ്ടില്ല എന്താ ചെയ്തെന്ന് അറിയോ? ഇപ്പണ്ടില്ലേ മരുന്നാന്ന് കണ്ട് പറഞ്ഞിട്ടുണ്ടില്ലേ കാൽമണ്ടാക്കിയില്ലേ? അതെനിക്ക് സുർക്കൊഴിക്കുന്നു. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് ഫുള്ള് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണ്ടേ? ആളതിൻ്റെ ഇടയിൽ ചൂടുവെള്ളം ഒഴിക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് എവിടെ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളത് അറിഞ്ഞൂടാ ആൾക്ക്. രണ്ടുപേർക്കും പിന്നെ ക്ഷമ ഉണ്ടായില്ല കേട്ടോ. ഇട്ട പാടന്നെ കഴിക്കണം. ഞാൻ പറഞ്ഞു 2 ദിവസമൊക്കെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുഡായോന്ന് ചോദിച്ചിട്ട്. അപ്പം വീട്ടിലുണ്ടായിരുന്നത് കൈപ്പത്തിരിയാണ്. അപ്പോൾ കൈപ്പത്തിരി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ കുറച്ച് പുട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആളിപ്പോൾ ഫുഡ് കഴിക്കാനെത്തും. പിന്നെ ഇക്ക വരുന്നതിനേക്കാളും മുന്നേ ഞാനിത് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഫുഡ് എടുത്തിട്ടാ. അപ്പോഴത്തേനും ഇക്ക എത്തി. അപ്പോൾ ഞാൻ ഇക്കക്ക് കറിയും വെച്ച് കൊടുത്തു. ഞാനും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ.